ഇന്നത്തെ ബൈബിൾ വായനാഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന തിരുവചന സത്യങ്ങളുടെ പൂർത്തീകരണം നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. വെളിപ്പാട് പുസ്തക പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ 7 സഭകളും അവയ്ക്കുള്ള ദൂതുമാണ് പ്രതിപാദ്യ വിഷയം. എഫെസസിലെ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ 2 പ്രത്യേകതകൾ എടുത്തു കാട്ടുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവനെന്നും 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനെന്നും പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിൽ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്ന പ്രതിഭാസമാണ് ദൈവസഭ എന്നാണിത് കാണിക്കുന്നത്. തൻ്റെ സഭയെ ഉള്ളംകൈയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. സഭയുടെ ദൂതന്മാരെന്ന് വെളിപ്പെടുത്തുന്നതാണ് 7 നക്ഷത്രങ്ങൾ. ഇത് സഭയുടെ ശുശ്രൂഷകന്മാരാണ്. 7 പൊൻനിലവിളക്കുകൾ 7 സഭകളാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ അവൻ്റെ കയ്യിൽ സുരക്ഷിതരാണെന്ന് നാം മനസ്സിലാക്കണം. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു എന്ന് നാം വായിക്കുന്നു. സഭകളുടെ നടുവിൽ നടക്കുന്ന ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ അക്ഷീണ യജ്ഞത്തെ കാണിക്കുന്നു. സഭ എന്ന ശരീരത്തിൻ്റെ തലയായ ക്രിസ്തു തൻ്റെ സന്ദേശവാഹകരെ അല്ലെങ്കിൽ ദൂതന്മാരെ, അതായത് ശുശ്രൂഷകരെ സംരക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല, അവൻ സഭയുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്നു. എല്ലാം കർത്താവ് നിരീക്ഷിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.